ഹലോ, നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് വീട്ടിലൊരു അടപ്പായസം ഉണ്ടാക്കി നോക്കിയാലോ? അതിനുവേണ്ടി ഞങ്ങൾ എടുത്തിട്ടുള്ളത് കാപ്പി കളറായിട്ടുള്ള അടയാണ്. വൈറ്റ് അട ആയിരുന്നില്ല. പാല് നന്നായിട്ട് തിളപ്പിച്ച ശേഷം അതിലേക്ക് അട കഴുകി ഇടുകയായിരുന്നു ചെയ്തത്. മറ്റേത് നമ്മൾ വൈറ്റ് അട നമ്മൾ ഒന്ന് വേവിച്ചിട്ടാണ് പാലിലേക്ക് ഇടാറ്. പക്ഷേ ഈ അട ഞങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെ ഇട്ടേക്കായിരുന്നു. അതിനുശേഷം ഇതുപോലെ എല്ലാ പായസം ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത്യാവശ്യം നന്നായിട്ടായതിനു ശേഷമാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചേർക്കുന്നത്. പക്ഷേ ഇത് വെന്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ചതി മനസ്സിലായത്. കുറച്ച് അട ഇട്ടിട്ടുണ്ടായുള്ളൂ, പക്ഷേ ഒരുപാട് ആയിപ്പോയി, തിക്കായിപ്പോയി. ലാസ്റ്റ് അതിൽ നിന്നും ഞങ്ങൾ കുറച്ച് അട അതിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷമാണ് പായസമാക്കി എടുത്തത്. ഈ പായസം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ചതി മനസ്സിലായത്. അതിനു വേണ്ടി ഞങ്ങൾ വീണ്ടും ഒരിത്തിരി പാല് എക്സ്ട്രാ അതിലേക്ക് ചേർത്ത് അതിൽ നിന്ന് മാറ്റി വെച്ചതാണ് ആ കണ്ടത്. ഫസ്റ്റ് ടൈമാണ് ഈ അട വാങ്ങണതും ഇങ്ങനൊരു പണി കിട്ടണതും. അതുകൊണ്ട് ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായില്ല. ഒരുപാടായിപ്പോയി. അതുകൊണ്ട് ഉമ്മ രണ്ടാമത് വീണ്ടും പാല് തിളപ്പിച്ചിട്ട് അതിലേക്ക് പാർന്നു. പിന്നെ നോർമലി നമ്മൾ ഇത് താളിച്ച് ഇതാക്കുന്നത് പോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് നെയ്യിൽ വറുക്കുക. പക്ഷേ എനിക്ക് തോന്നുന്നു വൈറ്റ് അട പായസമാണ് ഒന്നുകൂടി നല്ലത്. അതിൻ്റെ കൂടെ ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ അടേനേക്കാളും എനിക്കിഷ്ടമായത് വൈറ്റായിട്ടുള്ള അടയായിരുന്നു. പാൽ എക്സ്ട്രാ ചേർക്കണതാണ് കാരണം. പറഞ്ഞല്ലോ, ഉണ്ടാക്കി കഴിഞ്ഞ് അട വെന്ത് കഴിഞ്ഞപ്പോൾ ഓവറായിട്ട് പായസം കൂടിപ്പോയി. ഭയങ്കരമായിട്ട് കൂടിപ്പോയപ്പോൾ ഞങ്ങൾ എക്സ്ട്രാ പാൽ ചേർത്ത് തിളപ്പിച്ച് അതിന് ശേഷം പിന്നെ നെയ്യിൽ അണ്ടിമുന്തിരി മൂപ്പിച്ചിട്ട് പായസത്തിലേക്ക് പാർന്ന്